മാമ്പഴം എല്ലാം തീർന്നു പോയി. കുറേ വീണിട്ടുണ്ടായിരുന്നു ഓരോ ദിവസവും രാവിലെ. അന്ന് ഒരുപാട് കിളികളും പക്ഷികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം പോയി, മാവ് ഒറ്റയ്ക്കായി. ഇനി അടുത്ത വർഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ് നമുക്കൊന്ന് നോക്കിയാൽ എന്തൊക്കെയാണെന്ന്. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഒരു 4 ഗ്ലാസ്, ഏകദേശം 3/4 കിലോളാണ്. 4 ഗ്ലാസ് ഗോതമ്പ് പൊടിച്ചെടുത്തതാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു 3 ഗ്ലാസ് ഗ്രോവർ ഫുഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് കാബേജ് ഒരു 1/2 കിലോ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കാബേജ് എങ്ങനെയാണ് നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്നതെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ പച്ചരിയൊക്കെ മേടിച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് പച്ചരിയൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. പകരം നമ്മൾ വേറൊരു കിടു ഐറ്റം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ അനിയനൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വീട്ടിൽ വന്ന് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പോകാൻ നേരത്ത് 9 മണിയായി. പോകാൻ നേരത്ത് അവരെന്നാ പറഞ്ഞു നമുക്കൊന്ന് റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് പറഞ്ഞു. ഇപ്പം നമ്മുടെ ഇവിടെ 12-ാം മൈലിലൊരു ടർഫുണ്ട്, ഫുട്ബോൾ ഗ്രൗണ്ടാണ്. അപ്പോൾ അവിടെ ക്യാഷ് അടച്ചു കഴിഞ്ഞാൽ ആർക്കും ടീമായിട്ട് പോയി ഫുട്ബോൾ കളിക്കാം, ക്രിക്കറ്റ് കളിക്കാം, ഷട്ടിൽ കളിക്കാം, അങ്ങനെ ഒരുപാട് ഗെയിമുകളുണ്ട്. അതൊക്കെ വേണമെങ്കിൽ പോയി കണ്ട് ഇരിക്കാം. നമുക്ക് ചെറിയൊരു ഫീസുണ്ട്. ആ ഫീസ് കൊടുത്ത് നമുക്കവിടെ കണ്ട് ഇരിക്കാം. വിശാലമായിട്ടുള്ളൊരു ഫുട്ബോൾ സ്റ്റേഡിയമാണത്. അന്താരാഷ്ട്ര നിലവാരത്തിൽ പണി കഴിപ്പിച്ച ഒരു ഫുട്ബോൾ സ്റ്റേഡിയമാണ്. അപ്പോൾ നല്ല രസമാണ്, നല്ല ഭംഗിയാണത് കാണാൻ. ഞാൻ ഒരിക്കലും അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ അവർ അതിനടുത്ത് സോജൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി അവർ പോയി. അവരവിടെ പോയപ്പോൾ കുറേ ഫുഡുകൾ കഴിച്ച്. അപ്പോൾ അതിനകത്ത് എനിക്ക് കുറച്ച് പാഴ്സൽ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു മിക്സഡ് ഫ്രൈഡ് റൈസാണ് മേടിച്ചത്. അപ്പോൾ എനിക്കത് മൊത്തം കഴിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഒരു ബീഫ് ഫ്രൈയും മേടിച്ചു. ഇപ്പം ബീഫ് ഫ്രൈ വൈഫിന് കഴിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അലർജി ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരത്തേക്ക് ഇപ്പം ബീഫ് ഫ്രൈ ഒന്നും കഴിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കതൊന്ന് കഴിക്കണമെന്ന് തോന്നിയപ്പോൾ ഒരു മിക്സഡ് ഫ്രൈഡ് റൈസ് മേടിച്ചുകൊണ്ട് വന്നു. രാത്രി 11 ആയി അവർ വന്നപ്പോൾ. അപ്പോൾ ഞങ്ങൾ 12-1 മണിയൊക്കെ ആവും കിടന്നുറങ്ങുമ്പോൾ. അത് ഇവിടുത്തുകാർക്കൊന്നും അറിയത്തില്ല. ഇപ്പോഴും അവരൊക്കെ അറിഞ്ഞു വരുന്നത്. ഞങ്ങൾ ഫ്ലാറ്റിലായിരിക്കുമ്പോഴും നമ്മൾ 1 മണി 2 മണിക്കാണ് കിടന്നുറങ്ങുന്നത്. പിന്നെ അതുപോലെ തന്നെ നേരം വെളുക്കുമ്പോൾ നമ്മൾ രാവിലെ തന്നെ എഴുന്നേൽക്കുകയും ചെയ്യും. കാരണം കടയൊക്കെ ഉള്ളത് കൊണ്ട് കടയിൽ പോകേണ്ടതല്ല. ഇനി അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും വീട്ടിൽ വന്ന് നമ്മളെ രാവിലെ എന്തെങ്കിലും തരാനോ തുണികളൊക്കെ തരാനോ അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് വന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. അത് കറിവെച്ചാൽ ടൗണിൽ നടുക്ക് ഫ്ലാറ്റിലായിരുന്നപ്പോൾ ഞാൻ കുറക്കമില്ലായിരുന്നെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ആ മിക്സഡ് ഫ്രൈഡ് റൈസാണ് ഇന്ന് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ആ മിക്സഡ് ഫ്രൈഡ് റൈസിനകത്ത് രാവിലെ കട്ടൻ കാപ്പി കുടിച്ചില്ല, അതുകൊണ്ടായിരിക്കാം ചെറിയൊരു തിത്തിത്തൈ പറയുന്നതിനകത്ത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട്, നമ്മളെ ബീൻസുണ്ട്, പയറുണ്ട്, പിന്നെ മുട്ടയുണ്ട്, ചിക്കനുണ്ട്, ബീഫുണ്ട്, അങ്ങനെ എല്ലാം കൂടെ ചേർന്നാണ്. അപ്പം നമ്മുടെ കോഴിക്ക് ഇന്ന് രാവിലത്തെ ഫുഡെന്ന് പറയുന്നത് മിക്സഡ് ഫ്രൈഡ് റൈസ്. അതിൻ്റെ ഒരു 1/4% ഞാൻ ഇന്നലെ കഴിച്ചുള്ളൂ. ബാക്കി മിച്ചം ഉണ്ടായിരുന്നു. രാവിലെ അത് കഴിക്കാനുള്ള മൂഡില്ലാത്തതുകൊണ്ട് അത് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 2 കിലോ ഞാൻ രാവിലെ ക്രിയേറ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ അതിനകത്ത് പകുതി നമ്മൾ കോഴിക്ക് കൊടുത്തു, പകുതിയാണ് ഇനിയിപ്പോൾ ഇത് വേണം ഉച്ച ഭക്ഷണത്തിന്. അപ്പോൾ ടോട്ടലി ഒരു 2-2.5 കിലോയുള്ള ഫുഡ് നമ്മൾ റെഡിയാക്കും ഒരു ദിവസം. അപ്പോൾ ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ഫുഡാണ് നമ്മൾ കോഴിക്ക് വേണ്ടി റെഡിയാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഫുഡാണ് കൂട്ടുകാരെ കാണിച്ചത്. അതെന്നാ പണിയാണ് കാണിക്കുന്നതന്നെ. അങ്ങനെ അങ്ങ് ചാനലങ്ങ് ഇട്ടിട്ട് പോകാവോ? അതെന്നാ പണിയാണ്. കോട്ടയം ജില്ലയിലെ 8 ഹൈസ്കൂൾ അധ്യാപകർ റിട്ടയർമെൻറ്റിലേക്ക് എത്തിയവരുടെ സഹോദരനായ എൻ്റെ ചാനൽ കാണാതെ
നിങ്ങൾ പിന്നെ ആരുടെ ചാനൽ കാണാൻ വേണ്ടിയായി പോകുന്നത്? എനിക്കറിയാൻ മേലാണ്ട് ചോദിക്കുക. ഇത് ഞാൻ ചുമ്മാ പറയുന്ന കാര്യമല്ലല്ലോ. കുറേ അറിവും വിദ്യാഭ്യാസവും വിവരവും സാമ്പത്തിക ഭദ്രതയുള്ള നമ്മളെപ്പോലെയുള്ളവരുടെ ചാനലൊക്കെ കാണാതെ നിങ്ങൾ പിന്നെ എങ്ങോട്ട് പോകുന്നു? എനിക്കത് അറിയത്തില്ല. സാമാന്യ കോമൺ ബുദ്ധിക്ക് ചിന്തിച്ച് നോക്കിയാൽ പോരെ. ഒരു 8 ഹൈസ്കൂൾ അധ്യാപകർ റിട്ടയർമെൻറ്റിലേക്ക് എത്തിയ ഒരാളിൻ്റെ സഹോദരൻ എന്ന് പറയുമ്പോഴും അവരുടെ സാമ്പത്തിക ഭദ്രതയും അവരുടെ സുഹൃത്ത് ബന്ധങ്ങളും എത്രമാത്രം വ്യാപ്തി ഡെപ്തുള്ളതാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? നിങ്ങൾ ആരെയാണ് ഈ മറ്റുള്ളവരെ നമ്മളെ കാണിക്കുന്നത്? ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുന്ന കാര്യമാണോ? നമ്മൾ ഏത് അറിവിൻ്റെ കാര്യത്തിലായാലും വിദ്യാഭ്യാസമായാലും സാമ്പത്തികമായാലും മറ്റ് എന്ത് സാഹചര്യത്തിലായാലും ഒട്ടും മോശമൊന്നുമല്ല നമ്മൾ ആരോടും പറയാറില്ലെന്ന് മാത്രമേ. അപ്പം അങ്ങനെയുള്ള നമ്മുടെയൊക്കെ ചാനൽ കാണണ്ടേ? കണ്ടു കഴിഞ്ഞാലേ അറിവുണ്ടാവുകയുള്ളൂ. അപ്പോൾ അറിവുണ്ടായാലേ നമുക്ക് അതുപോലെയൊക്കെ ചെയ്ത് ജീവിതത്തിൽ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണേ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക. അപ്പോൾ ഇന്നലെ അവർ വൈകിട്ട് വന്നിട്ട് തിരിച്ചു പോയായിരുന്നു. അപ്പോൾ രാവിലെ ഇന്ന് നമ്മുടെ കഴിഞ്ഞ മാർച്ചിലായിരുന്നു ഇവിടുത്തെ അച്ചായൻ മരിച്ചു പോയത്. ഇപ്പോൾ 1 വർഷമായി. ഇന്നലെ ആയിരുന്നു 1 വർഷമായത്. അപ്പോൾ ഇന്നലെ ഞായറാഴ്ച ആയിരുന്നുകൊണ്ട് പള്ളി കുർബാന ഞായറാഴ്ച ദിവസം ചെല്ലത്തില്ലാത്തതുകൊണ്ട് ഇന്നലെ വൈകിട്ട് പള്ളിയിൽ പോയി. അതിന് ശേഷം രാവിലെയാണ് അവർ പള്ളിയിൽ പോയത്. അപ്പോൾ രാവിലെ പള്ളിയിൽ പോയി ആ വഴിക്ക് തന്നെ അവരുടെ വണ്ടിയിൽ കറുകച്ചാലിന് വൈഫും കൂടി അങ്ങ് പോയി. അപ്പോൾ രാവിലത്തെ ഡ്യൂട്ടിയല്ലേ ഇന്ന് എൻ്റെ തലയിലായി. അപ്പോൾ സോജൻ ടാക്സ് പ്രാക്ടീഷണറാണ്. കോട്ടയം ജില്ല അവരുടെ അസോസിയേഷൻ ഉണ്ട്. അതിനകത്ത് കോട്ടയം ജില്ലയുടെ പ്രസിഡൻറ്റ് സെക്രട്ടറിയൊക്കെ ആയിരുന്നു ആണ്. അതുപോലെ തന്നെ സോജൻ്റെ വൈഫ് ജിനു ജോൺ ഇവിടെ നെടുങ്കുന്നം സെൻറ്റ് തെരേസ സ്കൂളിലെ കണക്ക് ടീച്ചറാണ്. എൻ്റെ അനിയത്തിയാണ്, ജിജിയുടെ അനിയത്തിയാണ്. അപ്പം അങ്ങനെ അനിയത്തിമാരും അനിയന്മാരും ഒക്കെ സാറുമാരും ടീച്ചർമാരൊക്കെയാണെന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സന്തോഷമാണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ അതിൻ്റെയൊക്കെ കഥകൾ ഞാൻ പിന്നീട് പറയാം. എങ്ങനെയാണ് അധ്യാപകരായത്, എന്താണ് അവരുടെ ക്വാളിഫിക്കേഷൻ, എന്താണ് അവരുടെ യോഗ്യത, എന്താണ് നമ്മുടെ ചാനലിൻ്റെ യോഗ്യത, എന്താണ് നമ്മുടെ ചാനലിലൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അറിവെന്താണ്, അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്താണ്. അപ്പോൾ ചുമ്മാ ഒരു സാധാരണ മനുഷ്യരല്ല ഞങ്ങൾ. അതുതന്നെ വളരെ നെഞ്ചത്ത് കൈവച്ച് എനിക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഉപദേശമായിട്ട് കൂട്ടുകാരോടൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ കാണുക. ഇന്നത്തെ നമ്മുടെ കോഴി ഫുഡ് ആണ് റെഡിയാക്കിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ് ഒരുപാട് വിഷയങ്ങളിലേക്ക് പോകുന്നുണ്ട്. ആരും പണക്കമൊന്നും വിചാരിച്ചേക്കരുതേ. അപ്പോൾ എനിക്ക് നമ്മുടെ കോഴിയുടെ രാവിലെ ഫുഡ് കൊടുത്താണ്. അപ്പം നിശബ്ദം, ഒരൊച്ചയും ബഹളവും ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ കോഴിക്കൂട്ടിനകത്ത് എത്ര കോഴികളുണ്ടെന്ന് കാണിക്കാം. നമ്മുടെ ഈ കോഴിക്കൂട്ടിനുള്ളിൽ ഇപ്പോൾ 4 അയച്ചു വിട്ടു. ബാക്കി 20 കോഴികൾ ഇതിനകത്തുണ്ട്. ഉണ്ടോ? എത്ര നിശബ്ദമാണെന്ന് നോക്കി. അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് രാവിലെ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഉച്ച കഴിഞ്ഞത്തേക്കുള്ളത്. ഇപ്പോൾ ചൂട് കൂടിയത് കൊണ്ട് ഞാൻ ഇടയ്ക്ക് അയച്ചു വിടും. അപ്പോൾ ഇത്തരം അറിവുകളൊക്കെ കാണുക, ഷെയർ ചെയ്യുക. നല്ല മനുഷ്യരാണ്. ഒരു 100% ഉറപ്പുള്ള കാര്യമാണ്. അത് ഞങ്ങൾക്കറിയാം. നമ്മളെ ഒരു കാര്യത്തിലും കോട്ടയം ജില്ലയിലായാലും ശരി, 3 ജില്ലയിലാണ് എൻ്റെ സഹോദരങ്ങൾ. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട 3 ജില്ലകളിലായിട്ടാണ് അവർ സ്കൂൾ അധ്യാപക കാലഘട്ടം തീർത്തത്. അപ്പോൾ ഇപ്പോഴും ഉണ്ട് 2-3 പേരും കൂടി ഇപ്പം സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. അതെല്ലാം B.Ed ഹൈലി എഡ്യൂക്കേറ്റഡാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ചാനൽ കാണുക. അതിലൂടെ നിങ്ങൾക്ക് അറിവുകൾ കിട്ടും. നല്ല ആൾക്കാരുമായിട്ട് ചേരുമ്പോൾ അതിനൊരു സന്തോഷമില്ലേ? അതൊക്കെയല്ലേ യൂട്യൂബിലൂടെ നമ്മൾ നേടേണ്ടത്. അല്ലാണ്ട് ചുമ്മാ ചാവാലികളുടെ വീഡിയോയും കണ്ട് അതിൻ്റെ പുറകെ പോകുന്നതാണോ വിവരമുള്ളവരുടെ ഒരു ലക്ഷണം? അപ്പോൾ വീണ്ടും നല്ല